പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ പ്രോപ്പർട്ടി എല്ലാം അപ്രീഷിയേറ്റ് ആവും. കൊറോണയുടെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടല്ലോ ദുബായ് ബാക്ക് ടു നോർമൽ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ നിങ്ങൾ ഇപ്പൊ വിൽക്കാതിരിക്കുക. കീപ് ഇറ്റ് ദർ. കാരണം അസർക്കയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു സാലറീഡ് ജോബിൽ നിന്ന് പിന്നീട് വ്ളോഗിംഗിലേക്കും അവിടുന്ന് GCC കൺട്രീസിൽ ഉടനീളം ഒരു പെർഫ്യൂം ബ്രാൻഡ് ബിൽഡ് ചെയ്ത ആളാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലൊരു സത്യാവസ്ഥ ഇല്ലാതിരിക്കത്തില്ല. ഇപ്പം ഞാനടക്കം ഒരുപാട് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നവര് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും ക്രൈസിസോ പാനിക് സിറ്റുവേഷൻസോ പാൻഡമിക്സോ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ദുബായിൽ അല്ലെങ്കിൽ UAE ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി റീസെല് ചെയ്യരുത്. കാരണം വേറൊന്നുമല്ല, എന്തെങ്കിലും ഇങ്ങനത്തെ ക്രൈസിസ് വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ് വിത്തിൻ ഇയേഴ്സ് അല്ലെങ്കിൽ വിത്തിൻ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ഒരു വാറോ ക്രൈസിസോ എന്തോ ആയിക്കോട്ടെ അത് മാത്രമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ദുബായ് അല്ലെങ്കിൽ UAE ബാക്ക് ടു നോർമൽ ആയിരിക്കും. വീണ്ടും ഓരോ പ്രോപ്പർട്ടി പ്രൈസസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അത് സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഓർത്ത് ഒരിക്കലും പാനിക്കായി സെല്ല് ചെയ്തിട്ട് നിങ്ങൾ പോകരുത്. ഇപ്പം ഈ ഒരു റൈറ്റ് ടൈമിൽ ഇത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവര് ഓക്കെയാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ റീസെല് ചെയ്തിട്ട് പോകരുത്. കാരണം ഫോർ ഷുവർ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടാണോ ഇവളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അപ്രീഷിയേറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും റീസെല് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക.